നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നീലിയാട് വിമുക്ത ഭടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസിന് സംശയം. ഒളിവിൽ പോയ ആളെ കോഴിക്കോട് നിന്നും ചങ്ങരംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീലിയാട് താമസിക്കുന്ന പട്ടിശ്ശേരി സ്വദേശിയായ റഫീഖിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. നീലിയാട് ആളൊഴിഞ്ഞ പറമ്പിലെ ഷെഡിലാണ് വേങ്ങശ്ശേരി സ്വദേശി ഗോവിന്ദൻകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗോവിന്ദൻകുട്ടിയുടെ മരണത്തിന് ഏതാനും ദിവസം മുമ്പ് സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുകയും ഒരാൾ ഗോവിന്ദൻകുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. നീലിയാട് താമസിക്കുന്ന പട്ടിശ്ശേരി സ്വദേശിയായ റഫീഖാണ് ഗോവിന്ദൻകുട്ടിയെ മർദ്ദിച്ചതെന്നാണ് ആരോപണമുയർന്നത്. സംഭവശേഷം ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചങ്ങരംകുളം പോലീസ് കോഴിക്കോട് നിന്നും റഫീഖിനെ കസ്റ്റഡിയിലെടുത്തു. ഈ മാസം 25-ാം തീയതി ഗോവിന്ദൻകുട്ടിയും റഫീഖും തമ്മിൽ വാക്കുതർക്കവും കയ്യാംകളിയും നടന്നിരുന്നതായും ഇതിനെ തുടർന്ന് റഫീഖ് 26-ാം തീയതി പുലർച്ചെ ഗോവിന്ദൻകുട്ടി കിടക്കുന്ന ഷെഡിലെത്തി മർദ്ദിച്ചതായും മറ്റൊരു സുഹൃത്ത് ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ഗോവിന്ദൻകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജനും ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയതിനാൽ കസ്റ്റഡിയിലെടുത്ത റഫീഖിനെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. CCTV ന്യൂസ് തൃത്താല. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ പട്ടാമ്പി കീഴായൂരിൽ വീടുകളിലേക്ക് വെള്ളം കയറി. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലാണ് കീഴായൂർ പ്രദേശത്ത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയത്. റോഡിലൂടെ കുത്തിയൊലിച്ചു വന്ന വെള്ളം വീടുകളിലേക്കും കയറുകയായിരുന്നു. ചില വീടിന് അകത്തേക്കും വെള്ളം കയറി. ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായി. 1 മണിക്കൂറിലേറെ നേരമാണ് മഴ നിന്ന് പെയ്തത്. പട്ടാമ്പി ടൗണിലും കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ചരിത്രായനം സാംസ്കാരിക ജാഥയ്ക്ക് തുടക്കമായി. ആനക്കരയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. പട്ടാമ്പി ഓങ്ങല്ലൂരിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ചരിത്രായനം കലാ സാംസ്കാരിക ജാഥ നടത്തുന്നത്. 3 ദിവസങ്ങളായാണ് ജില്ലയിൽ ജാഥ പര്യടനം നടത്തുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ സ്മരണകൾ അയവർക്കുന്ന പ്രദേശങ്ങളിലൂടെയാണ് ജാഥയുടെ സഞ്ചാരം. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നാടായ ആനക്കരയിൽ നിന്നുമായിരുന്നു ജാഥ ആരംഭിച്ചത്. ആനക്കരയിൽ പ്രൊഫസർ MM നാരായണൻ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. പെട്ടെന്ന് ഫലം കാണുന്നു. കുട്ടിക്ക് നാളെ നോക്കി മറ്റന്നാൾ കാക്കി ചെയ്യുന്ന പരിപാടിയല്ല. വളരെ ദൂരം സഞ്ചരിക്കാൻ സന്നദ്ധമായവർക്ക് K. ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് ജാഥയ്ക്ക് ഓങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. സ്വീകരണ പൊതുയോഗം കുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ K. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇവിടുത്തെ തർക്കങ്ങൾ എന്താണ്? നമ്മുടെ രാജ്യത്തിലെ തർക്കങ്ങൾ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് അക്ബറുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാനല്ല. അത് അറിഞ്ഞത് ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. പാനിപ്പത്ത് യുദ്ധത്തിന്റെ നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഇന്നത്തെ കാലത്ത് അതിനൊന്നും കാര്യമില്ല. ഗൂഗിളിൽ നിങ്ങൾക്ക് കുത്തിയിരുന്നിട്ട് ഈ ഡേറ്റ് ഒക്കെ കിട്ടും. ആരാണ് ഓർത്ത് വെച്ചിട്ട് വെറുതെ മെനക്കെടാൻ നിൽക്കുന്നത്? ആരാണ് 16 × 16 എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു എത്രയോട്ടെ. ആരാണെങ്കിൽ എന്താണ് അതിന്റെ ആവശ്യം? 50 കൊല്ലം മുമ്പ് നമുക്കത് ആവശ്യമായിട്ട് വന്നേക്കാം. ഇന്നത് ആവശ്യമില്ല നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്ത് ഈ ഡേറ്റുകൾ ഓർത്ത് വെക്കലല്ല, പേരുകൾ ഓർത്ത് വെക്കലല്ല ചരിത്രബോധം എന്ന് പറയുന്നത്. അതൊരു ഓർമ്മയെ തോട്ടിയിട്ട് പിടിക്കലാണ്. പ്രതിസന്ധിയുടെ കാലത്ത് ഒരു ഓർമ്മയെ കയ്യെത്തി പിടിക്കുന്നതിന്റെ പേരാണ് വാസ്തവത്തിൽ ചരിത്രജ്ഞാനം. രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. TK നാരായണദാസ് പ്രഭാഷണം നടത്തി. സുധീർ, സുധ, MP മോഹനൻ, T സത്യനാഥൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ പുരസ്കാര ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. കനത്ത പോലീസ് കാവലിൽ കോൺഗ്രസ് സ്തൂപം പൊളിച്ചുമാറ്റി. ചെറുതുരുത്തി ചുങ്കത്ത് 32 വർഷം മുമ്പ് കോൺഗ്രസുകാർ നിർമ്മിച്ച മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെ ഛായാചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്മൃതി മണ്ഡപമാണ് പൊളിച്ചുമാറ്റിയത്. ഇന്ന് രാവിലെ JCB ഉപയോഗിച്ച് സ്തൂപം പൊളിച്ചുമാറ്റുകയായിരുന്നു. സ്ഥലത്ത് ചെറുതുരുത്തി CI ബോബി വർഗീസ്, SI ആനന്ദ്, ചേലക്കര CI T ശശികുമാർ, വടക്കാഞ്ചേരി SI MP രാജേഷ് തുടങ്ങി ഉദ്യോഗസ്ഥരും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചെറുതുരുത്തി പൊന്നാനി പാതയുടെ വികസനത്തിന്റെ ഭാഗമായി കോടതി വിധി വന്നതിനെ തുടർന്നാണ് സ്തൂപം പൊളിച്ചുമാറ്റിയത് എന്ന് നിരത്ത് വിഭാഗം ചേലക്കര അസിസ്റ്റന്റ് എഞ്ചിനീയർ KP ഹരിപ്രസാദ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ PM വിനീത് എന്നിവർ പറഞ്ഞു. ഇത് കാലത്ത്
വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും PWD ഓഫീസർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ചെറുതുരുത്തി ചുങ്കം സെൻറ്ററിലെ സ്തൂപം പൊളിക്കാനുള്ള ഒരു പരിപാടിയുമായി ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു വിഷയമാണത്. രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മഹാത്മജിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ ഛായാചിത്രങ്ങൾ പതിച്ച ഒരു സ്മൃതി മണ്ഡപമാണ് ഇന്ന് അവിടെ തകർക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകുന്ന വികാരം വളരെ വലുതാണ്. എന്നാൽ റോഡിൻ്റെ വികസനവും റോഡിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനവും പൊതുജനങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് വളരെ ആത്മസമീപനം പാലിക്കുവാൻ കോൺഗ്രസ് പ്രവർത്തകരും ഞങ്ങളൊക്കെ തയ്യാറാവുകയാണ്. ഈ സമീപനം ഇതുപോലെയുള്ള ആയിരക്കണക്കിന് സ്തൂപങ്ങൾ റോഡിൻ്റെ ഇരുവശത്തുമായി ഇതുപോലെയുള്ള സ്തൂപങ്ങൾ, രക്തസാക്ഷി മണ്ഡപങ്ങളൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളും പടുത്തുയർത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും ഇതുപോലെയുള്ള സമീപനം ആയിരിക്കണം എന്ന് മാത്രമാണ് ഈ വേളയിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പിയിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കേരള യൂത്ത് കമ്മീഷൻ ചെയർമാൻ M. ഷാജിർ ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്കാണ് ഉപരിപഠന സാധ്യതകളും കോഴ്സുകളെയും സംബന്ധിച്ചുള്ള ദിശാബോധം നൽകുന്നതിനായി ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. രാജപ്രസം ഓട്ടോത്തിൽ വെച്ചായിരുന്നു ക്ലാസ്. കേരള യൂത്ത് കമ്മീഷൻ ചെയർമാനും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റിയും അംഗവുമായ M. ഷാജിർ കരിയർ ഗൈഡൻസ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. വളരെ ചെറിയ പ്രായത്തിലെ നമ്മൾ നിങ്ങളോടെല്ലാം ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ആ നിലയിൽ തന്നെ നമ്മൾ വിദ്യാഭ്യാസം തുടരണം എന്നായിരിക്കും വിദ്യാഭ്യാസ കാലത്ത് നമ്മുടെ എല്ലാം സ്വപ്നം. ഇവിടെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരാൻ വേണ്ടി പറഞ്ഞാൽ അതിന് രക്ഷിതാവിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളോട് പറയും. മുഴുവൻ വിഷയം A+ ലഭിച്ചാൽ ഇന്നത് ലഭിക്കും. അയാൾ പറയുന്നത് സത്യമാണ്. നമ്മളെല്ലാം വീട്ടിൽ നമ്മളോട് ഒരു ലിമിറ്റേഷൻ പറയുന്നത് SLC, ഹയർ സെക്കൻഡറി ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വിജയം, ഉന്നത വിജയമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ അത് ലഭിക്കാത്തവരുടെ നിരാശ, ഇതൊക്കെയാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിൽ പൊതുവിൽ ഇന്ന് കാണപ്പെടുന്ന ചില മുഖ്യമായ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പ്രശ്നം. എന്നാൽ മാറുന്ന വിദ്യാഭ്യാസ കാലത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തും നമ്മൾ എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു വഴികാട്ടിയായി ഡിവൈഎഫ്ഐ നിങ്ങൾക്ക് ചില ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും നൽകാം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരമൊരു കരിയർ മാപ്പ് എന്ന നിലയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് J. അർജുൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി N. നീരജ്, KM. വാസുദേവൻ, PV. രതീഷ്, ശൈലീഷ ശങ്കർ, P. ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന ക്ലാസ്സിന് CGN AC സ്റ്റേറ്റ് ഫാക്കൽറ്റിയായ T. ഹാഷിം നേതൃത്വം നൽകി. അംഗപരിമിതയായ യുവതിക്ക് സിനിമാ നടൻ ഉണ്ണി മുകുന്ദന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുവരുന്ന ഉണ്ണി മുകുന്ദൻ ചാരിറ്റി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വീൽചെയർ നൽകി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുരുക്കുമൊഴി തെക്കേക്കരയിന്മേൽ രാധാലക്ഷ്മിക്കാണ് ട്രസ്റ്റ് ഡയറക്ടർ കൂടിയായ ഉണ്ണി മുകുന്ദൻ വീൽചെയർ നൽകിയത്. ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് മണികണ്ഠൻ, അനൂപ് എന്നിവർ പങ്കെടുത്തു. 80-കാരിയായ അമ്മ സരോജിനിക്കൊപ്പമാണ് രാധാലക്ഷ്മി താമസിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സരോജിനിക്കും വീട്ടുകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പരസഹായം ആവശ്യമാണ്. കൂടാതെ കേൾവിശേഷിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
10 വർഷം മുമ്പ് അച്ഛൻ കേശവൻ മരണപ്പെട്ടു. കുടുംബത്തിലെ 6 പെൺമക്കളിൽ ഇളയവളാണ് രാധാലക്ഷ്മി. മറ്റ് 5 പേരും വിവാഹം കഴിഞ്ഞുപോയി. 2 പേർ മാത്രമായി കഴിയുന്ന ഈ നിർധന കുടുംബത്തിന് പെൻഷനും മറ്റു സുമനസ്സുകളുടെ സഹായവും മാത്രമാണ് ജീവിതമാർഗം. നല്ല കാര്യമല്ല. പിന്നെ റേഷനും അതും ഇതൊക്കെ കിട്ടുന്നു. ചാരിറ്റി ആക്ടിവിറ്റീസ് ഞാൻ നടത്തി വരുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം ഇതുപോലുള്ള ആവശ്യക്കാർക്ക് എന്നാലാവുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് കാലത്താണ് ഈ വിവരം അറിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ വരണമായിരിക്കുന്നു 1-2 ഉണ്ട്. അപ്പോൾ എന്നാൽ ശരി, ഉടനെ ഞാൻ അത് വൈകിക്കണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊടുന്ന് തരികയാണ് ഉണ്ടാവണേ. മനസ്സിലായില്ലേ? ഇതുപോലെയുള്ള പല സംഘടനകളുണ്ട്. ഒരു പക്ഷേ മറ്റുള്ളവർ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മറ്റുള്ളവർ വരാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ അതവരൊക്കെ അറിയുമ്പോൾ ഇതുപോലുള്ള പല ചാനലുകാർ അല്ലെങ്കിൽ വാട്സപ്പിൽ അങ്ങനെയൊക്കെ വിവരങ്ങൾ അറിയുമ്പോൾ നല്ല മനസ്ഥിതിയും അത് ചെയ്യാൻ താല്പര്യമുള്ള പലരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങളെ വന്ന് നിങ്ങൾക്ക് അകമഞ്ഞ് സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. തൃത്താല ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ കാർപ്പന്റർ ടൈലർ ബാച്ചുകളിൽ പരിശീലനം പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ PM വിശ്വകർമ്മ യോജന സ്കീമിന്റെ ഭാഗമായി നടന്ന കാർപ്പന്റർ ആൻഡ് ടൈലർ ബാച്ചുകളിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണമാണ് നടന്നത്. ചാത്തന്നൂർ സ്കിൽ പാർക്കിൽ നടന്ന ചടങ്ങ് നാടക നടനും സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവുമായ വിജയൻ ചാത്തന്നൂർ ഉദ്ഘാടനം ചെയ്തു. എന്റെ നാടകത്തിലെ പെരുന്തച്ചൻ നാടകമാണ് ഞാൻ കളിച്ചിരുന്ന പതിരുകുലത്തിലെ നാടകമാണ് പെരുന്തച്ചന്മാരും അല്ലെങ്കിൽ അതുപോലുള്ള കലാകാരന്മാരാണ്. നിങ്ങളൊക്കെ കലാകാരന്മാരാണ്. ഒരു മേഖലയിൽ അല്ലെങ്കിൽ വേറൊരു മേഖലയിൽ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ അസാബ് സെന്റർ ഹെഡ് P ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. കോമൺ സർവീസ് സെന്റർ ജില്ലാ മാനേജർ ഖാലിദ്, സാമ്പത്തിക സാക്ഷരതാ റിസോഴ്സ് പേഴ്സൺ ശ്രീധരൻ, ബാച്ച് ട്രെയിനർ റുബീന, അസാബ് സ്റ്റാഫ് ശില്പ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 2 ബാച്ചുകളിലായി 46 പേരാണ് കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചത്. ജൂൺ മാസത്തിൽ സൗജന്യ ജൂട്ട് ബാഗ് നിർമ്മാണ പരിശീലനവും ഇവിടെ നടക്കുന്നുണ്ട്. 18 വയസ്സിനും 44 വയസ്സിനും ഇടയിലുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9074628740. തെളിയിക്കുന്ന ഒരു പ്രാവീണ്യം നേടിയ ആളുകൾ ആണ്. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ കണക്കിൽ നിങ്ങൾ എല്ലാവരും കലാകാരന്മാർ തന്നെയാണ്. ഇതിനകത്ത് പ്രധാനമായും ഈ പ്രൊജക്ടിനെ കുറിച്ച് പറയാനുള്ളത് ഒരു 18ഓളം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ പിന്നോക്കം നിന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള സ്കീമായിട്ടാണ് PM വിശ്വകർമ്മ വിഭാഗം. തുടക്കത്തിൽ തന്നെ PM വിശ്വകർമ്മ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും വിശ്വകർമ്മ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ആശാരി പണിയെടുക്കുന്ന ആളുകളാണ് കൂടുതൽ വിശ്വകർമ്മ നമ്മൾ സംബന്ധിച്ച്. ഇതിനകത്ത് വിശ്വകർമ്മ എന്ന് സങ്കല്പിക്കുന്നത് സൃഷ്ടിപരമായി തൊഴിലെടുക്കുന്ന ആളുകൾ, അതായത് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ കഴിയുന്ന ആളുകളെയാണ് വിശ്വകർമ്മ എന്ന വാക്കുകൊണ്ട് ഈ പ്രൊജക്റ്റിൽ അഭിസംബോധന ചെയ്യുന്നത്. 18ഓളം തൊഴിലെടുക്കുന്ന പല ആളുകളും ഇന്ത്യയുടെ തന്നെ ഉയർച്ചയ്ക്ക് പലതരത്തിലും അവിഭാജ്യ ഘടകമായി തരുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് പല ആളുകളും ഒരു ഘട്ടം കഴിഞ്ഞാൽ വളർച്ച മുടിച്ചു പോവുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റക്കായി നിന്ന് പോവുകയോ ചെയ്തിട്ടുണ്ട്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.